കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പാറുവിന്റെ കൈയും പിടിച്ചിട്ട് വിശ്വത്ത് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുവാണ്. വിശ്വത്തിന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നന്നായിട്ടറിയാം. അമ്മ ഒരിക്കലും പാർവതിനെ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ ഇവിടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങോട്ടേക്കല്ലേ വരണ്ടേ, വേറെ എങ്ങോട്ടേക്ക് പോവാനാ. അങ്ങനെ അവിടെ വീട്ടിലേക്ക് വന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ട് അവര് കാത്തു നിൽക്കുന്ന സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്ന് കഥ തുറക്കണം. കഥ തുറന്ന് നോക്കുമ്പോഴത്തേനും പാറുവിന്റെ കൈയും പിടിച്ചിരിക്കുന്ന വിശ്വത്തെ കണ്ടേ. ഒരു നിമിഷം രാജലക്ഷ്മി ഞെട്ടിപ്പോയി. പിന്നീട് ചോദിച്ചു, എന്താടാ വിശ്വം, എന്തായി കാണുന്നേന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മേ, എന്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ പാർവതി വിവാഹിതരായെന്ന് പറയണം. വിവാഹിതരായെന്നോ? നാണമില്ലേടാ നിനക്ക് ഇതിവിടെ ഒന്ന് പറയാനായിട്ട്? നീ എന്ത് ധൈര്യത്തിലാടാ ഇവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, ഞാൻ ഇവളെ വിളിച്ച് ഇങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ട് അമ്മയെ പോകുന്നതെന്ന് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളുടെ ചേച്ചി കാരണം എന്റെ മൂത്തമോന്റെ ജീവിതം തകർന്നു. ഇനി ഇവള് കാരണം നിന്റെ ജീവിതം തകരും. ഒരു കാരണവശാലും ഞാൻ സഹിക്കില്ല. എത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ട് എവിടെയാണെന്ന് പറഞ്ഞു വിട്ടണം. ഇവളുടെ വീട്ടിലോ കാട്ടിലോ മേട്ടിലോ എവിടെ വേണല്ലോ എനിക്ക് കുഴപ്പമില്ല. എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കളെന്ന് പറയാം. അമ്മ ഞങ്ങൾ എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കുക. എങ്ങോട്ട് പോകാനാന്നോ? എങ്ങോട്ട് പോകാൻ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? പിന്നെ നിനക്ക് വീട്ടിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ആദ്യം ഇവളെ കൊണ്ടേ വിട്. ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് കയറാൻ നീ വിചാരിക്കണ്ട. ഇവളെയും കൊണ്ട് വന്നാൽ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല. ഇവളെ കൊണ്ട് കളഞ്ഞിട്ട് വരുവാണെങ്കിൽ നിനക്ക് ഈ വീട്ടിലേക്ക് കയറാം. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിന്നെ വീട്ടിനകത്ത് കയറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടോ പാർവതി പറഞ്ഞു, അതെ ഞാൻ വിശ്വത്തിന്റെ ഭാര്യ, വിശ്വത്തിന്റെ വീട്ടിലെ ഞാൻ വരണ്ടേ, പിന്നെ ഞാൻ എങ്ങോട്ടാ പോണ്ടേന്ന് വെക്കും. നീ അല്ലേലും എനിക്കറിയാം, നിന്റെ ചേച്ചിനെക്കാൾ ഇച്ചിരി നാക്കും മൂക്കും കൂടിയ സൈസാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ വേലത്തന്നെ നിന്റെ മനസ്സിലിരുന്നാ മതി. പറഞ്ഞു കേട്ടല്ലോ. ഈ വീട്ടിൽ കയറി വാഴാൻ നീ വിചാരിക്കുക വേണ്ട. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ രാജലക്ഷ്മി ജീവനോടെ ഉണ്ട് നടക്കില്ല. നിന്റെ ഒരു ഉദ്ദേശം നടക്കില്ല. മര്യാദയ്ക്ക് പോയിക്കോണം ഇറങ്ങി ഇവിടുന്ന്. എന്റെ മോനെ കറക്കിയെടുത്ത് നീ വന്നിരിക്കല്ലേ. എന്റെ മോന്റെ സ്വത്തും പണവും കണ്ടല്ലേന്ന് ചോദിക്കും. ആർക്ക് വേണം നിങ്ങളുടെ സ്വത്തും പണമൊക്കെ? ഞാൻ ഒരു സ്വത്തും പണം കണ്ടല്ല വിശ്വത്തിൻ്റെയോടൊപ്പം ഇറങ്ങി പോന്നേന്ന് പറയാം. ഇത് കേട്ടതും രാജേഷ് പറഞ്ഞു, കേട്ടില്ലേടാ അവള് പറയുന്നേ. ആദ്യ ദിവസം കൂടെ വലതുകാലെടുത്ത് വെക്കാൻ വന്നവളാ. എത്രയും പെട്ടെന്ന് ഇവളെ വിളിച്ചോണ്ട് പോയിക്കോ, അതാ നിനക്ക് നല്ലതെന്നൊക്കെ പറയാണ്. പിന്നീട് പാറു പറഞ്ഞു, വാ വിശ്വ, നീ ഇവിടെ നിൽക്കണ്ട. എന്തിനാ ഇവിടെ നിൽക്കണേ? ഇവരുടെ ചീത്ത കേൾക്കാനായിട്ടോ വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്, അതാ നല്ലത്. പിന്നീട് രാജലക്ഷ്മി വിശ്വത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇവളെയും കൊണ്ട് ഈ വീട്ടിലേക്ക് കയറാന്നുള്ള എന്തെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തു കളഞ്ഞേക്കാൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം സേതുവും പല്ലവിയും ഭയങ്കര ടെൻഷനില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പല്ലവിനെ ആശ്വസിപ്പിക്കാൻ സേതു മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്താവും, ഇന്നാണ് പാറുവിന് ബാംഗ്ലൂർക്ക് പോകേണ്ട ദിവസം. അപ്പം കൃത്യസമയമാകുമ്പത്തേനും കാണാതെ വരുമ്പോൾ വീട്ടിൽ അന്വേഷണവും കാര്യങ്ങളാവും. വീട്ടിൽ പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ആകെപ്പാടെ പെട്ടൊരവസ്ഥയായി പോയി അവര്. അവസാനം സേതു പറഞ്ഞു, ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് മാഷിനോടും അമ്മയോടും ഒക്കെ സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് പറയാം. അങ്ങനെ പല്ലവിനെയും കൂട്ടി വീട്ടിലേക്ക് വരിക. പല്ലവിക്ക് വീട്ടിൽ വന്നിട്ട് ഭയങ്കര ടെൻഷനാ. എങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും, എന്ത് പറയണമെന്ന് അറിയത്തില്ല. പോരാത്തിന് പോയിരിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിലേക്കാ. അവിടെ ചെന്നപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? തന്റെ അനുഭവം അറിയാം. അപ്പൊ അതുപോലെ തന്നെ അവൾക്കും അനുഭവം ഉണ്ടാകുക. വിശ്വം നല്ലവനാണെങ്കിലും അവിടെയുള്ള രാജലക്ഷ്മിയും ഇന്ദ്രനും ശരിയല്ല. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. മിക്കവാറും പാറുവിനെ കൊല്ലാൻ പോലും മടിക്കില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് വല്ലാത്തൊരു ടെൻഷനും വിറയലൊക്കെ ആയിരുന്നു. സേതു ആശ്വസിപ്പിച്ചു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, വിശ്വം കൂടെ ഉണ്ടല്ലോ, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയണ. എന്നാലും അവൾക്ക് ഒരു വാക്കിനോട് പറയായിരുന്നു. അവളെ മനസ്സിലാക്കാനായിട്ട് പറ്റാതെ പോയി എനിക്ക്. ഞാൻ അവളുടെ ചേച്ചിയാ, എന്നിട്ട് പോലും അവളുടെ മനസ്സെന്താന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഒരുപക്ഷെ അങ്ങനെ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതികോട് ഉണ്ടാവില്ലായിരുന്നു പറയണം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറയണം. അങ്ങനെ അവര് വീട്ടിലെത്തി കയറി അവിടെ ഇരിക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് മാഷ് വരുവാണ്. മാഷ് വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും പല്ലവി ഇവിടെ ഇരിക്കുന്നുണ്ട്. പല്ലവിയുടെ മുഖം കണ്ടപ്പോ എന്തോ ഒരു പന്തിയോട് തോന്നി. എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണ. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. പിന്നീട് നീ പാറുവിനെ കണ്ടോന്ന് ചോദിക്കണ. അല്ല അത് പിന്നെ അച്ഛാ, പാറു രാവിലെ പോയത്, ഇതിലായിട്ടും വന്നില്ല. വൈകുന്നേരം ഒക്കെ ബാംഗ്ലൂർക്ക് പോയിട്ട് ഇതുവരെയായിട്ടും വന്നില്ല. അമ്മയാണെങ്കിലും അടുക്കളത്തെ കിടന്ന് തകൃതിയായിട്ട് പണിയാ. അവൾക്ക് കൊണ്ടാകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു പെറുക്കി വെച്ചോണ്ടിരിക്കാം. കൃത്യസമയത്ത് പിന്നെ ഓടിയിട്ട് കാര്യമില്ലോ എന്ന് പറയണം. ഇത് കേട്ടോ പല്ലവി ഏങ്ങലടിച്ച് കരയുവാണ്. എന്താ മോളെ, എന്ത് പറ്റി, എന്തായാലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, അത് പിന്നെ അച്ഛാ, എങ്ങനെ പല്ലവിക്ക് പറഞ്ഞു തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും സേതു മാഷിന്റെ അടുത്തേക്ക് വന്നു. അതെ ഒരു കാര്യം ഉണ്ട് അച്ഛാന്ന് പറയാം. എന്താ കാര്യം? ഇന്നൊരു കല്യാണം നടന്നു പറയണ. കല്യാണോ? ആരുടെ കല്യാണം? പറഞ്ഞ അച്ഛൻ അറിയുമെന്ന് പറയണ. വരം വിശ്വജിത്താന്ന് പറയണ. വിശ്വജിത്തോ? അതെ, അത് പാർവതിയാന്ന് പറയണ. പാർവതിയോ? ആര്? നമ്മുടെ പാർവതി ചോദിക്കും.
അതേന്ന് പറയണം. ഇത് കേട്ടെന്ന് നെഞ്ചത്തടിച്ചോണ്ട് മാഷ് ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ്. എന്റെ ഭഗവാനെ, ഇതെന്താ ഞാൻ ഈ കേൾക്കണം ചോദിച്ചോണ്ട്, എന്താ എന്താ സേതു കേൾക്ക, നീയൊക്കെ പറയണ സത്യമാണെന്ന് ചോദിക്കും. സത്യം വെച്ചാന്ന് പറയും. അപ്പൊ അവള് നമ്മളെ പറ്റിക്കുമായിരുന്നില്ലേ? അവൾ ഇതിനു വേണ്ടിയിട്ട് അവൾ അമേരിക്കയ്ക്ക് പോന്ന് കള്ളത്തരം പറഞ്ഞ് എല്ലാവരുടെയും കണ്ണി പൊടിയിട്ട് അവനോടൊപ്പം ജീവിക്കാനായിട്ട്. തകർന്നല്ലോ ഭഗവാനെ. ഇനിയിപ്പം ജീവിതം എല്ലാവരുടെയും തകർന്നു പോയല്ലോ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ അലമുറ ഇടുവാണ്. അപ്പോഴേക്കാണ് അകത്തുനിന്ന് ശോഭ അങ്ങോട്ടേക്ക് വരുന്നത്. ശോഭ വന്നിട്ട് എന്താ മാഷെ, എന്താ പറ്റിയത്? ഇല്ല, എന്താ ഇത് മാഷ് എന്തിനാ സങ്കടപ്പെടുന്നേ, മാഷ് എന്തിനാ കരയണമെന്നൊക്കെ ചോദിക്കാം. എല്ലാം പോയി ശോഭ, എല്ലാം തകർന്നു, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പറയണ. ആരുടെ സ്വപ്നങ്ങൾ തകർന്ന്? പാറു നമ്മളെ ചതിച്ചെന്ന് പറയണേ. ചതിച്ചോ? പിന്നീടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. പാറും വിശ്വത്തും നമ്മളുടെ കല്യാണം കഴിഞ്ഞത്. ഇത് കേട്ടത് ശോഭ അതിനേക്കാളും വലിയ നെഞ്ചത്തടി നിലവിളിയായി. ദൈവമേ, അവൾ എന്നാലും ഈ ചതി ചെയ്തല്ലോ. ഇതിന് വേണ്ടിയിട്ടായിരുന്നു അവള് സ്നേഹം അഭിനയിച്ചേ. എന്നാലും ഞാനിത് പ്രതീക്ഷയില്ല. അമ്മ എല്ലാം ശരിയാകും, ഞാൻ അമേരിക്കയ്ക്ക് പോവാന്ന് പറഞ്ഞ അവൾ ഇത് മനസ്സിൽ കണ്ടോണ്ടായിരുന്നില്ലേ. അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ചിപ്സും അച്ചാറും എല്ലാം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഇതൊന്നും വേണ്ട, ഞാനിന്ന് കൊണ്ടുപോകത്തില്ലെന്ന്. അപ്പോൾ അവളെല്ലാം മനസ്സിൽ കണ്ടായിരുന്നു. എന്നാലും എങ്ങനെ തോന്നി? പിന്നീട് പല്ലവിയുടെ തേന്നിട്ട് ചോദിച്ചു, സത്യമാണോ മോളെ നീ പറയണെന്ന് നിൽക്കും. അതേന്ന് പറയണം. ഇല്ല, എനിക്കിനി ജീവിക്കണ്ട, ഇനി ഞാൻ ജീവിക്കില്ല. എൻ്റെ 2 മക്കളുടെ ജീവൻ തകർന്നു പോയി. ഒരുത്തന് കൊണ്ടുപോയി എൻ്റെ മൂത്ത മോളുടെ ജീവൻ നശിപ്പിച്ചു, അടുത്തവൻ കൊണ്ടുപോയി ഇളയ മോളുടെ ജീവൻ നശിപ്പിച്ചു. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണ ശോഭ, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതിന് പല്ലവി സേതും ചാടി കയറി പിടിച്ചു. എന്തൊക്കെ അമ്മയെ പറയണേ? അമ്മ ഒന്ന് അവിടെ അടങ്ങി നിൽക്കാൻ പറയണേ. ഇല്ല, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നത് ആരും അർത്ഥമില്ലെന്നൊക്കെ പറയണം. അങ്ങനെ ഒരു വിധത്തില് സേതു പറഞ്ഞൊന്ന് അടക്കി നിർത്തുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് വിശ്വവും പാറുവും കൂടെ വരുന്നേ. അവരങ്ങോട്ടേക്ക് കയറി വരുവാണ്. കാരണം പാറു പറഞ്ഞു, എനിക്ക് അച്ഛനമ്മയും കാണണമെന്ന് പറയാണ്. കാരണം അവരെന്തൊക്കെ ചീത്ത പറഞ്ഞാലും അച്ഛനും അമ്മയാണല്ലോ. അങ്ങനെ അവരങ്ങോട്ട് വരുന്ന കഴിയുമ്പത്തിന് ശോഭ ഈ കാഴ്ച കണ്ടു. ശോഭ പറഞ്ഞു, നിക്കടെ അവിടെ എന്ന് പറയാണ്. നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അമ്മ ഞാൻ, എടി എന്നാലും ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നില്ലെന്ന് പറയണ. അമ്മേ പൊറുക്കമ്മേ ഞങ്ങളോട്, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് നിന്നോട് പറഞ്ഞല്ലടി ഇവനോടൊപ്പം പോവരെന്ന്. ഇനി നിന്റെ ജീവിതം കണ്ടോടി, നിന്റെ ജീവിതം ഇനി നശിച്ചു പോകത്തുള്ളൂ. ഈ ഞാനാ പറയണേ, കണ്ടോ? ഒരിക്കലും നീ ഗതി പിടിക്കാൻ പോകുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ലാത്താണ്. പക്ഷെ നീ അച്ഛനെ അമ്മയും ചതിച്ചു. ഞങ്ങൾക്ക് പ്രതീക്ഷകളെ തന്നിട്ട് അമേരിക്കയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് നീ ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ. ഇപ്പോഴാ മനസ്സിലാണെന്ന് പറയാം. പിന്നീട് വിശ്വത്തോട് പറഞ്ഞു, നീ പറഞ്ഞു കറക്കി എൻ്റെ മോളെ എടുത്തില്ലേ, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല വിശ്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുവാണ്. പിന്നീട് പാറു, അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണോ? ഈ പഠിക്കാത്ത കേട്ടോണ്ട് നിന്റെ മുട്ടുകാല തല്ലി അടിക്കും, നിന്നെ കൊന്നു കളയുള്ളൂ ഞാൻ. മര്യാദയ്ക്ക് കടന്നു വെക്കുവോ? നിന്റെ തലവട്ടം പോലും ഇവിടെ കണ്ടേക്കരുതെന്ന് പറയണം. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ പല പറഞ്ഞു, വേണ്ടമ്മ മതി എന്ന് പറയണം. അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പോയി വെട്ടുകത്തി എടുത്തോണ്ട് പറ്റുന്ന അകത്തേക്ക് കയറാൻ തോന്നത്തേനും പല്ലവി കയറി ഇങ്ങോട്ട് പിടിച്ചു. അമ്മ വേണ്ടമ്മേ, വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുവാണ്. പിന്നീട് പാറുവിനോടൊക്കെ പറഞ്ഞു, പാറു നീ ഒന്ന് പൊക്കേ, വിശ്വത്തെ കൂട്ടി പോകാൻ നോക്കാൻ പറയണം. അങ്ങനെ പാറുവിന് സങ്കടം വന്നു. പാറു കരഞ്ഞോണ്ട് വിശ്വത്തെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങണം. ആ സമയത്ത് പല്ലിയോട്, എന്നെ വിട്, അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട്, അവളെ ഇനിയും വെച്ചോണ്ടിരിക്കില്ലെന്നൊക്കെ പറയണം. അമ്മയൊന്ന് സമാധാനിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ട് പല്ലവി ആശ്വസിപ്പിക്കുന്നുണ്ട് ശോഭനെ. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിനും പാറിനങ്ങ് സങ്കടം സഹിക്കാമില്ല. പാറു പൊട്ടിക്കരയാണ്. അതുകൊണ്ട് വിശ്വം പറഞ്ഞു, എന്തിനാ സങ്കടപ്പെടുന്നേ? നീ സങ്കടപ്പെടാതിരിക്കാൻ പറയണം. എന്തിനാ വിഷമിക്കണ്ട, ഇതൊക്കെ നമ്മൾ മുൻകൂർ കണ്ട കാര്യങ്ങളല്ലേ, ഇതൊക്കെ പ്രതീക്ഷയല്ലേ. എന്നാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞെങ്കിലും അമ്മ അച്ഛനെ സ്വീകരിക്കുമെന്ന് കരുതി. നല്ല കഥയെ, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം. ആ സമയത്ത് ഇന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ്. ഇന്ദ്രൻ വീട്ടിലേക്ക് വന്നപ്പോൾ രാജലക്ഷ്മി കാര്യങ്ങളൊക്കെ പറയണം. അവനും അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 എണ്ണത്തിന് അടിച്ചിറക്കിയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഇന്ദ്രൻ പറഞ്ഞു, അമ്മ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കും. എന്ത്? അവരെന്തിനാ അമ്മ ഓടിച്ചു വിട്ടെ? വിശ്വ അമ്മയുടെ മോനല്ലേ, അമ്മയുടെ പുന്നാര പുത്രനല്ലേന്ന് ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? 2 എണ്ണത്തിന് എവിടെ കയറ്റി പാർപ്പിക്കണേന്ന് ചോദിക്കും. അതായിരുന്നു അമ്മ വേണ്ടേന്ന് പറയാ. എടാ നീ എന്തൊക്കെയാ പറയണേ? അമ്മ എന്തിനാ ഇങ്ങനെ? അമ്മയോട് നിൽക്കുക, ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഇന്ദ്രൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിശ്വത്തിനെ വിളിക്കുക. വിശ്വത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെയാന്ന് ചോദിക്കുവാണ്. പിന്നീട് വിശ്വം പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണം. അവിടെ നിൽക്കി, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അല്ല നീ എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നു ചോദിക്കും. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, അത് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. നീ ഒരിടത്തേക്കും പോകണ്ട, വീട്ടിലേക്ക് വരാൻ പറയാണ്. അത് ശരിയാകത്തില്ല, അമ്മ അവിടെ കേറ്റില്ല എന്ന് പറയാം. ആര് പറഞ്ഞു കേറ്റില്ലാന്ന്? നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ കൊണ്ടുപോവാം. നീ വീട്ടിലാ താമസിക്കണ്ടേ? നീ എന്തിനാ വേറെ വീട്ടിൽ പോയി കഴിയണ്ടേ? അതിന്റെ കാര്യമൊന്നുമില്ല. നീ അവിടുത്തെ അല്ലേ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ആ വീട്ടിൽ വന്നാൽ താമസിക്കേണ്ടതെന്ന് പറയണം. വിശ്വന് ധൈര്യം കൊടുക്കണം ഇന്ദ്രൻ. വിശ്വം പെട്ടെന്ന് ഇന്ദ്രന്റെ ആ കുടിലെ ബുദ്ധിയൊന്നും ഓർത്തില്ല, തന്ത്രമാന്നുള്ള കാര്യം ഓർത്തില്ല. പിന്നീട് പാറുണ്ട് പറഞ്ഞു, ശരി നമുക്കിപ്പോ ഇന്ദ്രേട്ടൻ പറയുവാണെങ്കിൽ അമ്മ അനുസരിക്കുമെന്ന് പറയണം. അങ്ങനെ ഇന്ദ്രൻ വിശ്വത്തിനെ അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറയാണ്.
പിന്നീട് ഇന്ദ്രൻ അകത്തേക്ക് പോയി. ഇന്ദ്രൻ അകത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യുക, നിലവിളക്കൊക്കെ എടുത്തോണ്ട് വരുവാണ്. നിലവിളക്ക് കത്തിച്ചെടുത്തോണ്ട് പാറുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു കേറാൻ പറയാണ്. ആ സമയം രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നേ. രാജലക്ഷ്മി എന്നിട്ട് ചോദിച്ചു, ഇന്ദ്ര നീ ഇത് എന്ത് പരിപാടിയാ കാണിക്കണേന്ന് ചോദിക്കണം. എന്താ, അമ്മയ്ക്ക് നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കണം എന്ന് പറയണം. ഇതൊരു രാജലക്ഷ്മി സഹിച്ചില്ല. ഇന്ദ്ര വെറുതെ നീ അമ്മയൊന്നും മിണ്ടായിരിക്കുക, കല്യാണം കഴിഞ്ഞ് അവരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറ്റുന്നതിന് വരെ ഇങ്ങനെയാണോ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് പാറുണ്ട് പറഞ്ഞു സന്തോഷത്തോടുകൂടി അകത്തേക്ക് വലതുകാലം വെച്ച് കയറാൻ പറയണം. അമ്മയ്ക്ക് പറയാൻ ഞാൻ വിളക്കെടുത്തൊന്നും കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലും അങ്ങോട്ട് കയറ്റിയാൽ പോരേന്ന് ചോദിക്കണം. ഒരു നിമിഷം വിശ്വം പാറുവിനെ ഒന്ന് നോക്കി. പാറു ഒട്ടും മടിച്ചില്ല. ആ വിളക്കും മേടിച്ചോണ്ട് അകത്തേക്ക് വലതുകാലം വെച്ച് കയറുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ ഒരു തന്ത്രപരമായിട്ട് ചിരി അങ്ങോട്ട് ചിരിക്കുവാണ്. നീ പെട്ടെന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോന്നെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.